അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇപ്പോൾ കഴിഞ്ഞുപോയ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 എല്ലാവരും കണ്ടിരിക്കുമല്ലേ? അതിൽ അടി ഇന്നത്തെ എല്ലാവരും ശ്രദ്ധിച്ചോ? ഇന്നത്തെ അടി രേണുവിന് നേരെയായിരുന്നു. അതിൽ എന്തെങ്കിലും ഇപ്പോൾ പെട്ടെന്നൊരു അടി ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരാവശ്യകതയും ഇല്ല. എന്തെന്ന് വെച്ചാൽ രേണുവിനൊരു തലവേദന വരുന്നു, രേണു കിടക്കുന്നു, ഉറങ്ങുന്നു, പെട്ടെന്ന് ചാടി എണീക്കുന്നു. ഇതൊരു അഭിനയമാണോ എന്നും പറഞ്ഞ് അഭിഷേക് ചോദിച്ചു വരുന്നു. എന്തിനാ? അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല. അവർക്കൊരു തലവേദന വന്നുകൊണ്ട് അവർ കിടക്കുന്നു, അവർ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു മാറിയെന്നും പറഞ്ഞിട്ട്. അത് പെട്ടെന്ന് നീ അഭിനയിക്കുന്നതാണോ ഷോ ആണോ? അത് എന്തിനാ പുള്ളിക്കാരൻ തിരക്കാൻ പോകുന്നത്? ഇപ്പോൾ യാതൊരു ആവശ്യവും അത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഒരു അടി സീൻ അവിടെ ഉണ്ടാക്കി, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടു. അതിൻ്റെ ഇപ്പം ബിഗ് ബോസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനിയും ഗെയിമുകൾ ഇഷ്ടംപോലെ ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരെ ഒഴിവാക്കണം. പക്ഷേ ഞാൻ ലൈവാണ് കേട്ടോ ഇരുന്ന് കണ്ടേ. ലൈവ് കണ്ടതിൽ മൊത്തവും ഇപ്പോഴേ അഭിഷേകിനെതിരെ ഭയങ്കര ഓവർ സ്മാർട്ടിങ് ആണ്, ഓവറാണെന്ന് പറഞ്ഞ് ഒരുപാട് ലൈവിൽ കമൻറ്റ് ഇഷ്ടംപോലെ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരിതുണ്ടാക്കി ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല ഈ ഒരു അടി, ഇപ്പോഴത്തെ ഒരു അടി. രേണുസുതിക്ക് ഇപ്പോൾ ഒരുപാട് സപ്പോർട്ട് കൂടുന്നുമുണ്ട്. ഇനി അങ്ങോട്ടങ്ങോട്ട് ഇനിയും ഉണ്ട്. ഇത് ഫസ്റ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, സെക്കൻഡ് ഡേ ആയതല്ലേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ടെൻഷനിലിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത എന്ത് പെയിനിൽ ഇരുന്നിരുന്നാൽ പോലും നമുക്കെതിരെ എന്ത് വന്നാലും നമ്മൾ പ്രതികരിക്കത്തില്ലേ? അതേ ഇപ്പോൾ രേണുസുതിയും ചെയ്തിട്ടുള്ളൂ. എന്തെന്ന് വെച്ചാൽ അയാൾ തലവേദന ഭയങ്കര ഷോ കാണിക്കുന്നതാണോ ഇയാൾ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അഭിഷേക് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് രേണുസുതി അങ്ങോട്ട് നല്ല ഒച്ചത്തിൽ പ്രതികരിച്ചു. അപ്പോൾ അനു പെട്ടെന്ന് വന്നിട്ട് അനുമോൾ പെട്ടെന്ന് വന്നിട്ട് തലവേദന ഉള്ളവർ ഇങ്ങനെ സംസാരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്ര ഒച്ചത്തിലായിട്ട് സംസാരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൾ കാമാവും പെട്ടെന്ന് സൈലൻ്റ് ആവുകയും ചെയ്തു. പക്ഷേങ്കിൽ നമ്മളായിരുന്നാൽ പോലും പെട്ടെന്ന് പ്രതികരിക്കും. നമ്മൾ എന്ത് പെയിനിൽ ഇരുന്നിരുന്നാലും നമുക്കെതിരെ പെട്ടെന്ന് ഒരാൾ വിരൽ ചൂണ്ടുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നമ്മൾ പെട്ടെന്ന് പ്രതികരിച്ചു പോവും. അതേ ഇവിടെ രേണുസുതി ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ കാണാം. ടാറ്റ, ബൈ ബൈ.